ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്വാതന്ത്ര്യം എന്നുള്ളതാണ് വിഷയം. നല്ലൊരു വിഷയമാണ് സ്വാതന്ത്ര്യം. ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഒരുപക്ഷെ ആഹാരമില്ലെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയാൽ മതിയായിരുന്നു. ഓരോരുത്തരും ഓരോ ചിന്തിച്ചറിയാം. ഓരോരുത്തരും അനേക കാര്യങ്ങളിൽ സ്വാതന്ത്ര്യമില്ലാതെയാണ് കഴിയുന്നത്. സ്വന്തം വീട്ടിൽ സ്വാതന്ത്ര്യമില്ല, സ്വന്തം സമൂഹത്തിൽ സ്വാതന്ത്ര്യമില്ല, ജോലിസ്ഥലത്ത് സ്വാതന്ത്ര്യമില്ല. എല്ലാം കൂച്ചുവിലങ്ങുകളാണ്, കൂച്ചുവിലങ്ങുകൾ, എല്ലാം നിയന്ത്രണങ്ങളാണ്, സ്വാതന്ത്ര്യമില്ല. ചെറുപ്പക്കാർക്ക് വരുന്ന ഒരു വലിയൊരു ചിന്താക്കുഴപ്പമാണത്. എവിടെയും എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അപ്പൻ തടയുന്നു, അമ്മ തടയുന്നു, അല്ലെങ്കിൽ അധ്യാപകർ തടയുന്നു. എല്ലാം എനിക്ക് വിലങ്ങുകളാണ്. എനിക്ക് സ്വാതന്ത്ര്യമില്ല. സ്വതന്ത്രമായി ചിന്തിക്കാനോ ചെയ്യാനോ സ്വാതന്ത്ര്യമില്ല. ഇങ്ങനെ അനേകരും പരിഭവിച്ച് കഴിയുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ പലരുടെയും ജീവിതത്തിലുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, ഒരു മനസ്സിന് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ചിലർ പക്ഷേ ഭർത്താവിൻ്റെ മുൻപിൽ സ്വാതന്ത്ര്യമില്ലാത്തവളായിരിക്കും. പള്ളിയിൽ പോകാൻ അനുവാദമില്ല, നല്ല സാരി ഉടുക്കാൻ അനുവാദമില്ല, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ടെങ്കിലും പോകാൻ നിർവഹമില്ല. എന്തിനെ വന്ന് സ്വന്തം അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ പോകാൻ പോലും അനുവാദമില്ല, സ്വാതന്ത്ര്യമില്ല. മക്കളോടൊന്ന് ശാസിക്കാൻ അനുവാദമില്ല, അവകാശമില്ല. മക്കളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അവകാശമില്ല. എപ്പോഴും ആ സ്ത്രീ ആ വീട്ടിൽ സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ത്രീയാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ബാല്യകാലം അപ്പൻ്റെ അമ്മയുടെയും കീഴിൽ ജീവിക്കുന്ന കാലം സ്വാതന്ത്ര്യമില്ല. എല്ലാം വിലക്കുകളാണ്, വിലക്കുകൾ, കൂച്ചു വിലക്കുകൾ എന്ന് പറയും. വിലക്കുകൾ എല്ലായിടത്തും വിലക്കുകൾ. കുറച്ച് പ്രായമായി സ്കൂളിലേക്ക് വരുമ്പോൾ അധ്യാപകർ വിലക്ക്, ചില സ്വാതന്ത്ര്യക്കുറവുകൾ. പിന്നെ മുന്നോട്ട് വരുമ്പോഴേക്കും വിവാഹം കഴിയുമ്പോൾ ഒന്നുകിൽ ഭാര്യയുടെ അടുക്കൽ സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടുക്കൽ സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ അമ്മായിമ്മയുടെ അടുക്കൽ സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ മരുമകളുടെ അടുക്കൽ സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമില്ല. നാം പലരും സ്വാതന്ത്ര്യമില്ലാതെ മനസ്സ് വീർപ്പുമുട്ടി കഴിയുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. ഗലാത്യലേഖനം 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്, സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഇനി അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്, അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു കഥ വായിച്ചു, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സിൻബാദ് ദ സെയിലർ. അറബി കഥകൾ എന്നുള്ള പുസ്തകത്തിൽ, അറേബ്യൻ നൈറ്റ്സ്, അറബി കഥകൾ എന്നുള്ള പുസ്തകത്തിലുള്ളൊരു കഥയാണ്. സിൻബാദ് ദ സെയിലർ, കപ്പലോട്ടക്കാരനായ സിൻബാദ്. അവനൊരാഗ്രഹം, കപ്പൽ കയറി ലോകം ചുറ്റി വരണമെന്ന്. അവൻ സാഹസികനായിരുന്നു, ധൈര്യമുള്ളവനായിരുന്നു. കപ്പൽ കയറി പല ഭാഗങ്ങളിൽ കപ്പൽ സഞ്ചരിച്ചു. ഒടുവിൽ ഭാഗത്ത് ചെന്നപ്പോഴേക്കും വലിയ കോളിലൊക്കെ കപ്പൽ ആടി ഉലയുന്നു. കപ്പലാകെ തകരാറിലായി. കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നു, തിരമാലകൾ തള്ളിക്കയറുന്നു. എന്തു വേണമെന്ന് അറിയാൻ വയ്യാതെ കപ്പലിലുള്ളവരെല്ലാവരും നിലവിളി കൂട്ടുകയാണ്. സിൻബാദിൻ്റെ എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേട്ടതേ ഓർമ്മയുള്ളൂ. എല്ലാം പൊട്ടിത്തെറിക്കുന്നത് പോലെ. എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല. കപ്പൽ തകർന്നു. അതും സിൻബാദ് അറിയുന്നില്ല. സിൻബാദിന് ബോധം വന്നപ്പോൾ അവൻ പയ്യെ വെച്ച് എഴുന്നേറ്റു. നോക്കിയപ്പോൾ വിശാലമായ കടലും കിടക്കുന്നു. കപ്പലുണ്ടായിരുന്നപ്പോൾ എല്ലാവരും മരിച്ചു കാണും, ചത്ത് കാണും. കാരണം ആ വലിയ ഭയങ്കരമായ കൊള്ളക്കമായിരുന്നല്ലോ. ഭാഗ്യവശാൽ ഞാനൊരാൾ രക്ഷപ്പെട്ടു. പക്ഷേ എന്ത് ഫലം, ഇവിടെ രക്ഷപ്പെട്ടെങ്കിൽ ഞാനിവിടെ വന്നത് ആൾപ്പാർപ്പില്ലാത്തൊരു ദ്വീപിലാണ്. ആൾപ്പാർപ്പില്ലാത്ത ദ്വീപ്, ആരുമില്ല അവിടെ. സിൻബാദ് പയ്യെ നടന്നപ്പോൾ ചില ചെടികളുടെ പഴങ്ങളൊക്കെ ഉണ്ട്. പഴങ്ങൾ തിന്നു, വിശപ്പ് മാറി, ദാഹം മാറി. പിന്നെയും നടന്നു. വലിയ വനം. ആ വനത്തിൽ കൂടി സിൻബാദ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പോഴുണ്ട് ഒരു വൃദ്ധനായ മനുഷ്യൻ കുഞ്ഞിക്കൂടിയിരിക്കുന്നു. വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ, വൃദ്ധനാണ്. സിൻബാദ് ചെന്ന് കണ്ടപ്പോൾ ആ വൃദ്ധൻ വളരെ ആകാംക്ഷയോടെ സിൻബാദിനെ കൈകാട്ടി വിളിച്ചു. ഭാഷയൊന്നും അറിയാൻ പാടില്ല. ആ വൃദ്ധൻ കുനിഞ്ഞു നിന്നു. അതിൻ്റെ അർത്ഥം, എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ, ഇനി ഞാൻ തീരെ വയസ്സനായി പോയല്ലോ, നടക്കാൻ വയ്യ, ഒരു ഉപകാരം ചെയ്യാമോ, നിങ്ങളുടെ ചുമലിൽ ഞാനൊന്ന് കയറി ഇരുന്നോട്ടെ, എന്നിട്ട് എന്നെ ഒന്ന് അവിടെ വരുന്ന് കൊണ്ടുപോകാമോ
എന്നാണ് ആംഗ്യത്തിൻ്റെ അർത്ഥം. സിൻബാദ് ഈ വൃദ്ധനെയും ചുമന്നുകൊണ്ട് സിൻബാദ് നടക്കുകയാണ്. കുറേ കഴിഞ്ഞിട്ടും ഈ വൃദ്ധൻ പുറത്തിറങ്ങുന്നില്ല, മാറുന്നില്ല. സിൻബാദ് പയ്യെ ചുമലിൽ കഴിച്ചു തുടങ്ങിയപ്പോൾ സിൻബാദ് പയ്യെ ചുമൽ അനക്കി. അപ്പോഴുണ്ടാണ് വൃദ്ധൻ നല്ല ശക്തമായിട്ട് കഴുത്ത് നിന്ന് ഇറുകിപ്പൂട്ടി, കതിരപ്പൂട്ട് പോലെ കഴുത്ത് ചുറ്റും രണ്ട് കാലും ഇട്ട് അങ്ങനെ ഇറുകിയിരിക്കുകയാണ്. സിൻബാദ് ഇപ്പോഴും മനസ്സിലാക്കി, ഇപ്പോൾ ഇയാൾ വലിയ വൃദ്ധനാണെങ്കിലും വലിയ ശക്തനാണ്, ഭയങ്കര കരുത്തനാണ്. സിൻബാദ് നല്ലപോലെ കുടഞ്ഞു നോക്കി. അപ്പോഴാണ് വൃദ്ധൻ കഴുത്ത് ഞെരിക്കുന്നത് പോലെ അവിടെ മുകളിലിരുന്നു കൊണ്ട് സിൻബാദിനെ വേദനിപ്പിക്കുന്നു. സിൻബാദിന് മനസ്സിലായി അപകടത്തിലായി. ഇത് കടൽക്കിഴവൻ എന്ന് പറയുന്ന ചില ജീവികളുണ്ട്, മനുഷ്യ തന്നെ കടൽക്കിഴവൻ. കടൽക്കിഴവൻ ആളുകളെ അവരുടെ ശക്തി ക്ഷയിപ്പിച്ചിട്ട് കൊന്നു തിന്നുന്നവരാണ്, കൊന്നു തിന്നുന്ന കടൽക്കിഴവൻ. സിൻബാദ് ഓർത്ത് എന്ത് ചെയ്യാം, ഇങ്ങനെ രക്ഷപ്പെടാം, കുടഞ്ഞു മാറാനൊന്നും പറ്റില്ല, അത്ര ശക്തനാണ് അങ്ങനെ. സിൻബാദ് ശ്രദ്ധിച്ചു, ചില സ്ഥലത്ത് ചിലപ്പോൾ ഈ വൃത്തൻ നിൽക്കും. ആ വൃത്തൻ നിന്നിട്ട് വൃത്തൻ അവിടെ ചില പഴങ്ങൾ, നല്ല കൊഴുത്ത് മെഴുത്ത പഴങ്ങൾ, ചെടികളുടെ പഴങ്ങൾ, അത് തിന്നും. വൃത്തനെ തിന്നുമ്പോൾ വൃത്തൻ കുറച്ച് കഴിയുമ്പോൾ വൃത്തനെ ഏതാണ്ട് ലഹരി പിടിച്ചിട്ട് വൃത്തൻ അവിടെ സിൻബാദിൻ്റെ കഴുത്തിലിരുന്ന് ആടാനും പാടാനും തുടങ്ങി. അപ്പോൾ ശക്തി കുറച്ച് കുറയുന്നുണ്ട്. സിൻബാദ് അപ്പോൾ പിന്നെ അവിടെ നിന്ന് മാറാതെ അവിടെ തന്നെ നിന്നു. വൃത്തനും സന്തോഷമാണ്, ഇഷ്ടംപോലെ തിന്നു. ആ പഴത്തിൻ്റെ ലഹരിപ്പിക്കുന്ന ശക്തി കൊണ്ട് ഈ വൃത്തൻ്റെ ശക്തി ക്ഷയിച്ചു. അപ്പോൾ സിൻബാദ് പെട്ടെന്ന് വളരെ ധൃതഗതിയിൽ കുതറി ഈ വൃത്തനെ താഴെയാക്കി. സിൻബാദ് ഓടി ചെന്ന് ഒരു കല്ലെടുത്തുകൊണ്ടുവന്ന് ഈ വൃത്തനെ താഴേക്ക് അടിച്ചു. ആ വൃത്തനെ കൊന്നു. ഇതാണ് കഥ, സിൻബാദ് ദ സെയിലർ. നിങ്ങൾ കുറേ കഥകൾ എന്നുള്ള പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. ഈ കടൽക്കിഴവൻ സിൻബാദിൻ്റെ ചുമലിൽ ഇരിക്കുന്നത് പോലെ ഇന്ന് അനേകം രാക്ഷസന്മാർ നമ്മുടെ ചുമലിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ചുമലിൽ ഈ രാക്ഷസന്മാർ അത് നമ്മെ ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മെക്കൊണ്ട് നമുക്കിഷ്ടമില്ലാത്ത വഴികളിൽ കൂടി നമ്മെ നയിച്ചുകൊണ്ട് പോവുകയാണ്, നമ്മെക്കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുകയാണ്. ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ, ഈ കടൽക്കിഴവനെ എങ്ങനെയെങ്കിലും കൊന്നേ പറ്റൂ. ഇതാരാണ് ഈ കടൽക്കിഴവൻ? നാം ചിന്തിക്കുമ്പോൾ ഈ രാക്ഷസൻ പൈശാചിക ശക്തിയാണ്, സാത്താനാണ്. നമ്മെ അനേകം പേരെയും ചൂട് നിൽക്കുന്ന പിശാച്, നമ്മെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിശാച്, അനേക കുടുംബങ്ങളെ സാത്താൻ വിഴുങ്ങിയിരിക്കുകയാണ്, യൗവനക്കാരെ സാത്താൻ വിഴുങ്ങിയിരിക്കുകയാണ്. ചീത്ത പടങ്ങൾ, ചീത്ത ബന്ധങ്ങൾ, അശുദ്ധ ജീവിതങ്ങൾ, ചീത്ത ചില ശീലങ്ങൾ, അരുതാത്ത അഴുക്ക് വഴികൾ, ഇന്ന് വേണ്ട അനേകം കാര്യങ്ങൾ. നമുക്കറിയാമല്ലോ, മാതാപിതാക്കളോട് പോലും ധിക്കരിക്കുന്ന സ്വഭാവമുള്ള മക്കൾ, അധ്യാപകരോട് മറുതലിക്കുന്ന സ്വഭാവമുള്ള മക്കൾ എല്ലാം ഉണ്ട്. വിനയമില്ലാത്ത സ്വഭാവം, ഭർത്താവിനോട് മറുതലിക്കുന്ന ഭാര്യമാർ, വിനയമില്ലാത്ത സ്വഭാവം, ഭാര്യയെ വെറുക്കുന്ന ഭർത്താക്കന്മാർ, വിനയമില്ലാത്ത സ്വഭാവം, സ്നേഹമില്ലാത്ത സ്വഭാവം, ഇതെല്ലാം കടൽക്കിഴവന്മാരാണ്, നമ്മുടെ ചുമലിൽ കയറിയിരിക്കുന്ന കടൽക്കിഴവന്മാർ. നാം ഈ കടൽക്കിഴവനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പലതൊന്നും അറിയുന്നില്ല. ഈ കടൽക്കിഴവൻ നമ്മുടെ ചുമലിരിക്കുന്നത് കൊണ്ടാണ് നാം, ഈ പിശാച് നമ്മുടെ ചുമലിരിക്കുന്നത് കൊണ്ടാണ് നാം ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് കോപിക്കുന്നത്, പെട്ടെന്ന് ഇഷ്ടക്കുറവുകൾ ഉണ്ടാകുന്നത്, പെട്ടെന്ന് മുഷ്ടികൾ ഉണ്ടാകുന്നത്, ദുശ്ശീലങ്ങളിലേക്ക് നാം വഴിപ്പെട്ടു പോകുന്നത്, മദ്യപാനത്തിലേക്ക്, പുകവലിയിലേക്ക്, ബ്ലൂ ഫിലിമിലേക്ക്, ചീത്ത പടങ്ങളിലേക്ക്, ചില മയക്കുമരുന്നുകളിലേക്ക്, കഞ്ചാവിലേക്ക് എന്ന് വേണ്ട അനേകം ദുശ്ശീലങ്ങളിലേക്ക് ഈ കടൽക്കിഴവൻ നമ്മെ നയിച്ചുകൊണ്ട് പോവുകയാണ്. അവൻ ചുമലിരിക്കുന്നതുകൊണ്ട് നമുക്കത് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. രക്ഷപ്പെടണമെന്നുണ്ട്, മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഈ നശിച്ച മദ്യപാനിക്ക് മാറിക്കിട്ടിയാൽ മതിയായെന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പക്ഷെ മാറുന്നില്ല. വചനം കേൾക്കുമ്പോൾ ഇത് മാറണമെന്നുണ്ട്, തീരുമാനമെടുക്കും. പക്ഷേ ഏതാനും സമയത്തിനകം പിന്നെയും മദ്യപാനത്തിലേക്ക് പോകും. 1-2 ദിവസം അല്ലെങ്കിൽ 1-2 ആഴ്ച പിടിച്ച് നിൽക്കും, പിന്നെയും മദ്യപാനത്തിലേക്ക് പോകും. ചില അശുദ്ധ ബന്ധങ്ങൾ, പുറത്തു പറയാൻ അറയ്ക്കുന്ന ചില ബന്ധങ്ങൾ വേണ്ടെന്നുണ്ട്. പക്ഷേ സന്ദർഭം വരുമ്പോൾ വീണു പോകുന്നു. സന്ദർഭം വരുമ്പോൾ ആന്തരിക ശക്തി ക്ഷയിച്ചു പോകുന്നു.
ഈ കടൽക്കിഴവൻ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നു. തെറ്റിൽ വീണ് കഴിയുമ്പോൾ നിരാശയാണ്. അയ്യോ വീണല്ലോ, പിന്നെ വീണല്ലോ നിരാശ. തീരുമാനിക്കുന്നത് ഇനി വീഴില്ല. പക്ഷേ സന്ദർഭം വരുമ്പോൾ പിന്നെയും വീഴുന്നു. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ദുഷ്ടനായ പൈശാചികൻ ബന്ധിച്ചിട്ടിരിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. ഒന്ന്, പിശാച് ബന്ധിക്കുന്ന ഒരു കാര്യം നമ്മുടെ പാപങ്ങളാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാമത്തെ 23-ാം വാക്യം വായിക്കുമ്പോൾ പാപങ്ങളുടെ ബന്ധനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പാപത്തിൻ്റെ ബന്ധനം, അനീതിയുടെ ബന്ധനം. അപ്പോസ്തലപ്രവൃത്തി 8:23. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ കാണുന്നുവെന്ന് പറഞ്ഞു. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ കാണുന്നു. അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്. അവിടെ ആ ദേശത്തുണ്ടായിരുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അപ്പോസ്തലൻ നാവിൽ കൂടി പറയുന്നത്, നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു. കയ്പുള്ള പക, നിറയെ കയ്പ്, മധുരതരമല്ല ജീവിതം, വൈരാഗ്യമുള്ള ജീവിതം, ഇഷ്ടക്കേടും മുഷ്ടിലുള്ള ജീവിതം, അഭിപ്രായ വ്യത്യാസമുള്ള ജീവിതം, പിണക്കവും വഴക്കും കലഹവുമുള്ള ജീവിതം, കയ്പുള്ള പക. അനീതിയുടെ ബന്ധനം, പകയുണ്ട്, വിദ്വേഷമുണ്ട്, പ്രതികാര വാഞ്ചയുണ്ട്. പക്ഷെ കഴിവില്ലാത്തതുകൊണ്ട് പ്രതികാരം ചെയ്യുന്നില്ല എന്ന് മാത്രം. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. അനീതിയുടെ ബന്ധനം അരുത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യം പോലും സംഭവിച്ചു പോയിട്ടില്ലേ? വേണ്ട എന്ന് വിചാരിച്ചെങ്കിലും പിന്നെയും നാം വീണ് പോയിട്ടില്ലേ? ചിലപ്പോൾ തീരുമാനം എടുത്തെങ്കിലും ആ തീരുമാനം ലംഘിച്ചു പോയിട്ടില്ലേ? ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ച് നോക്കും, നിങ്ങൾക്ക് മനസ്സിലാകും തീരുമാനങ്ങൾ ലംഘിച്ചു പോയി. ഒരു ഇതിൽ പറഞ്ഞാൽ ഈ പാവം ഏറ്റുപറയുന്ന കുമ്പസാരം കഴിഞ്ഞാൽ അതേതാണ്ട് പിന്നെ അടുത്ത പാവം ചെയ്യാനുള്ള ഒരു ലൈസൻസ് പോലെയാണ്. പിന്നെയും പാവം ചെയ്യും. ആളുകൾ വിചാരിക്കും കുമ്പസാരിച്ചാൽ മതിയല്ലോ, പാവം വന്നാലും കുമ്പസാരിച്ചാൽ മതിയല്ലോ. എത്ര മൂഢമായ ചിന്താഗതിയാണത് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ ചില നിഷ്ഠകളും വ്യക്തമായ പ്രതിഷ്ഠകളും വരാതെ നാം എന്തെല്ലാം തീരുമാനിച്ചാലും ഫലമില്ല. എൻ്റെ ജീവിതം എന്നേക്കും യേശുക്രിസ്തുവിന് എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് കൊടുത്താൽ അവിടെ അനുഗ്രഹമാകും. എൻ്റെ ജീവിതം ക്രിസ്തുവിന്. ഈ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായി അവകാശമില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഞാൻ ഇനി എൻ്റെ അല്ല, ഞാൻ യേശുവിൻ്റെയാണ്. ഈ ഒരു ബോധ്യം വന്നാൽ പാപം ചെയ്യാൻ നാം പേടിച്ചു പോകും. പാപത്തെക്കുറിച്ച് നമുക്ക് ഭയം വരും, നമുക്ക് പേടി വരും, വിറയ്ക്കും. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നതിനായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. വചനത്തിങ്കിൽ വിറയ്ക്കും. പാപത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ വിറയ്ക്കും. ഇല്ല, ഞാൻ വീഴുകയില്ല. പാപം ചെയ്യാനുള്ള സാധ്യത വരുമ്പോൾ വെടുന്ന ഓടി ഒളിക്കും, ഓടി മാറും. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ അവിടെ ആ പ്രലോഭനത്തിൽ നിന്നു കൊടുക്കാതെ ഓടി മാറും. യൗസേപ്പ് ചെയ്തതുപോലെ. യാക്കോബിനോനായ യൗസേപ്പ് പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ പൊത്തിഫേറിൻ്റെ സുന്ദരിയായ ഭാര്യ ഈ യൗസേപ്പിനെ ആകർഷിക്കാൻ ശ്രമിച്ചു. യൗസേപ്പ് സുന്ദരനും കോമളനുമായിരുന്നു, നല്ല സൗശീല്യമുള്ള യുവാവ്. ആ സ്ത്രീ അവനുമേൽ കണ്ണു വെച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ആ ദുഷ്ടസ്ത്രീ സ്വന്തം ഭർത്താവിനെ അവഗണിച്ചുകൊണ്ടും ധിക്കരിച്ചുകൊണ്ടും ഒരു അടിമയുടെ കൂടെ ജീവിക്കാനുള്ള തീരുമാനിച്ചു. പക്ഷേ യൗസേപ്പ് ചെറുത്തു നിന്നു. നിസ്സാര കാര്യമല്ലത്. യൗസേപ്പ് സാഹചര്യങ്ങളിൽ എത്ര അനുകൂലമായിട്ടും യൗസേപ്പ് പാപത്തിൽ വീണില്ല. അതൊരു പ്രത്യേക ദൈവകൃപയാണ്. ആ കൃപ കൂടിയേ കഴിയൂ നമുക്ക്. എന്ത് വന്നാലും ശരി, പാപത്തിൻ്റെ ബന്ധത്തിൽ ഞാൻ വീഴുകയില്ല, അനീതിയുടെ ബന്ധത്തിൽ ഞാൻ വീഴുകയില്ല. എന്തെല്ലാം നഷ്ടം വന്നാലും, ഏതെല്ലാം പരാജയങ്ങൾ വന്നാലും, ഏതെല്ലാം കെടുതികൾ വന്നാലും ഇല്ല, ഞാൻ വീഴുകയില്ല. ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയില്ല, ഞാൻ തോറ്റു കൊടുക്കുകയില്ല. ഈ ഒരു തീരുമാനം നമുക്ക് വരണം. ഞാൻ ചെറുപ്പക്കാരനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനവന് പറഞ്ഞു കൊടുത്തു, മോനെ നീ ഒരു കാര്യം ചെയ്യണം, ഇനി ഞാൻ തോറ്റു കൊടുക്കുകയില്ലെന്ന് പറയണം. ഇനി ഞാൻ തോറ്റു കൊടുക്കുകയില്ല പറയണം. അവൻ വശം കെട്ടാണ് എൻ്റെ അടുക്കൽ വന്നത്. വളരെ പ്രയാസപ്പെട്ടാണ് വന്നത്. മനസ്സ് ഉഷ്ണിച്ച് വിഷമിച്ചാണ് വന്നത്. നിരാശ ബാധിച്ചാണ് വന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇന്ന് നിനക്കങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റും. എന്ത് വന്നാലും ശരി, ഞാൻ തോറ്റു കൊടുക്കുകയില്ല, പിശാചിന് ഞാൻ തോറ്റു കൊടുക്കുകയില്ല. അങ്ങനെ നീ തീരുമാനം എടുക്കാമോ? അവൻ തീരുമാനിച്ചു. അവൻ പ്രാർത്ഥിച്ചു. അവൻ്റെ ബന്ധനങ്ങൾ കഴിഞ്ഞു, പാപത്തിന് ബന്ധനം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്ത് വന്നാലും ഞാൻ തോറ്റു കൊടുക്കുകയില്ല. ഇതാണ് തീരുമാനം. എന്ത് വന്നാലും ഞാൻ തോറ്റു കൊടുക്കുകയില്ല, തോൽക്കുകയില്ല. ആരുടെ മുമ്പിൽ? പിശാചിൻ്റെ മുമ്പിൽ. ഇത് നമ്മുടെ ഒരു വാശിയായിരിക്കണം. സാത്താനോടുള്ള ഒരു വാശിയുടെ ഗംഭീരമായ പ്രകടനമായിരിക്കണം. ഒരിക്കലും ഞാൻ തോറ്റു കൊടുക്കുകയില്ല. പാപത്തിൻ്റെ ബന്ധനം. ഓരോ മനുഷ്യനും പാപത്തിൻ്റെ ബന്ധത്തിലാണ്. അതുകൊണ്ടാണ്
യെശയ്യാ പ്രവാചകൻ പറയുന്നത്, യെശയ്യാ 1:2 മുതൽ വായിക്കുമ്പോൾ കാണാം, പാപത്തിലാണ് മനുഷ്യൻ വീണ് കിടക്കുന്നത്. പാപത്തിൽ വളരെ കഷ്ടതരമായ അനുഭവത്തിലാണ്. ദൈവം കരഞ്ഞുകൊണ്ട് പറയുകയാണ്. വായിക്കാം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. യഹോവ അരുളി ചെയ്യുന്നു, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല. എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. കാള തന്റെ ഉടയവനെ അറിയുന്നു, യജമാനറിയാത്ത ജനം. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത് പ്രയോജനം? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. പറഞ്ഞാൽ എന്താണ്? തലയിലെ വിചാരങ്ങൾ മുഴുവൻ പാപം, ഹൃദയത്തിലെ ആഗ്രഹങ്ങളും മോഹങ്ങളും പാപം, തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. ആകാശമേ കേൾക്ക. ആകാശത്തെയും ഭൂമിയെയും ദൈവം സാക്ഷി നിർത്തിക്കൊണ്ട് ദൈവം കരയുകയാണ്. ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോട് മത്സരിച്ചിരിക്കുന്നു. എൻ്റെ ജനനോട് മത്സരിച്ചിരിക്കുന്നു. എൻ്റെ ജനം, എൻ്റെ അനുഗ്രഹം കിട്ടിയ ജനം, ഞാൻ വാത്സല്യത്തോടെ വളർത്തിക്കൊണ്ടിരുന്ന ജനം എന്നോട് മത്സരിച്ചിരിക്കുന്നു. കഷ്ടം. അയ്യോ പാവമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നിൽക്കുന്ന മക്കൾ. നിത്യനായ ദൈവം വേദനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പാപത്തിൻ്റെ ബന്ധനം. പ്രിയപ്പെട്ടവരെ, വായിക്കാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ ബന്ധനങ്ങൾ അഴിപ്പാൻ യേശുക്രിസ്തു പ്രത്യക്ഷനായി. പിശാചിന്റെ ബന്ധനങ്ങൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വാസ്തവമായി വിശ്വസിക്കൂ. പിശാചിന്റെ ബന്ധനങ്ങൾ അഴിയും. ബന്ധനങ്ങളെല്ലാം അഴിയും. യേശുക്രിസ്തു അഴിച്ചു തരും. ഏത് കെട്ടും കർത്താവ് അഴിച്ചു തരും. ഏത് ശാപദോഷവും കർത്താവ് മാറ്റിത്തരും. എത്ര ഘോര പാതകം ചെയ്തിട്ടുണ്ടെങ്കിലും കർത്താവ് ക്ഷമിച്ചു തരും. എല്ലാ ബന്ധനങ്ങളും അഴിച്ചു തരും. ഇന്ന് അനേകരിലും ഈ ബന്ധനങ്ങൾ മുറുകിയിരിക്കുകയാണ്, പാപത്തിൻ്റെ ബന്ധനങ്ങൾ. ഈ ബന്ധനങ്ങൾ അഴിക്കാൻ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. ഒരു പുണ്യവാനും സാധ്യമല്ല, ഒരു പരിശുദ്ധനും സാധ്യമല്ല, ഈ ലോകത്തൊരു ശുദ്ധിമതിക്ക് സാധ്യമല്ല, ഈ ലോകത്ത് ഒരു അച്ഛന് സാധ്യമല്ല, ഒരു മെത്രാച്ചന് സാധ്യമല്ല പാപത്തിന് എന്തിനഴിക്കാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് തീർന്നില്ലേ? ആ ഹൂസോയെ ലഭിച്ച് പാവമോചനത്തിൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ അതിൽ അച്ഛൻ 3 പ്രാവശ്യം നെറ്റിയിൽ കുരിശടയിട്ട് അപ്പോഴെല്ലാം പിതാവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോഴേക്കും ആമേൻ, പുത്രൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോഴേക്കും ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ആമേൻ നാം പറയുന്നു. അപ്പോൾ പാവം ക്ഷമിച്ച് കിട്ടി അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ പാവത്വത്തുള്ള അഗാധമായ വ്യസനവും മേലിൽ പാവം വരികയില്ല എന്നുള്ള നിർബന്ധമായ തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ പാവം ക്ഷമിച്ച് കിട്ടുകയുള്ളൂ. ഓർക്കുക, തനിയേ ഇരുന്ന് പാവത്തെയോർത്ത് കരയണം. പാവത്തെയോർത്ത് നെടുവീർപ്പിട്ട് കരയണം. തിന്മകൾ പറ്റിപ്പോയതിനോർത്ത് നെടുവീർപ്പിട്ട് കരയണം. തന്നെത്താൻ ഇരുന്ന് പാവത്തെയോർത്ത് കരയാതെ ഒരിക്കലും നമുക്ക് പാവമോചനം കിട്ടുകയില്ല. നിങ്ങളൊരു അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് കുമ്പസാരിച്ചു, അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു, പാവമോചനം കിട്ടിയെന്നൊക്കെ നിങ്ങൾ ധരിക്കുന്നു. വെറും തെറ്റിദ്ധാരണയാണ്. അതൊരു ചടങ്ങാണ്, അതൊരു ആചാരമാണ്, ഒരു അനുഷ്ഠാനമാണ്. അതുകൊണ്ട് രക്ഷ കിട്ടുകയില്ല. നേരെ മറിച്ച് നിങ്ങൾ തന്നെത്താൻ ദൈവസ്ഥലിരുന്ന് നിങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യണം. നിങ്ങൾ തനിയേ ഇരുന്ന് ഓരോന്ന് കണ്ടുപിടിച്ച് ശോധന ചെയ്യണം. ഓരോ പാവങ്ങളും കാണുമ്പോൾ നിങ്ങൾ നെടുവീർപ്പിട്ട് കാരണം കർത്താവേ, ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയല്ലോ, എന്നെ നീ കൺമണി പോലെ സൂക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയല്ലോ. അയ്യോ, നിനക്ക് എന്നോട് എന്ത് സ്നേഹമായിരുന്നു, എങ്കിൽ ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയല്ലോ. എൻ്റെ കർത്താവേ, നീ എന്നെ എത്ര വാത്സല്യത്തോടെ കരുതിയത്, എത്രയും സ്നേഹത്തോടെ നീ കരുതിയല്ലോ, പക്ഷേ ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയല്ലോ. എൻ്റെ കർത്താവേ, നീ എനിക്ക് ആരോഗ്യം തന്നു, എനിക്ക് വിദ്യാഭ്യാസം തന്നു, എനിക്ക് ബുദ്ധി തന്നു, എൻ്റെ കർത്താവേ എനിക്ക് സ്വരം തന്നു, എനിക്ക് ശബ്ദം തന്നു, എൻ്റെ കർത്താവേ എല്ലാം നീ എനിക്ക് തന്നു, പക്ഷേ ഞാൻ നിന്നെ വേദനിപ്പിച്ചു പോയല്ലോ. മുറവിളി മുഴങ്ങണം. സ്തോത്രം. അങ്ങനെ നിലവിളിക്കുമ്പോഴാണ് പാവക്ഷമ കിട്ടുന്നത്. പാവം ക്ഷമിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് പാവം ക്ഷമിക്കുന്നത്.
പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. സാത്താൻ്റെ ബന്ധനങ്ങളെ അഴിപ്പാനാണ് യേശുക്രിസ്തു വന്നത്. ബന്ധനങ്ങൾ അഴിയണം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, പാപത്തിൻ്റെ ബന്ധനം എനിക്കുണ്ട്, അഴിച്ചു തരണമേ. കർത്താവേ, പാപത്തിൻ്റെ ബന്ധനം അഴിച്ച് എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. നിങ്ങൾ വീർപ്പുമുട്ടി കഴിയേണ്ട ആവശ്യമില്ല, ബന്ധനത്തിൽ കഴിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നരകാഗ്നിയിൽ നിങ്ങൾ നരകാഗ്നിയുടെ ഭീകരമായ തീച്ചുളയിൽ കിടന്ന് പിടയേണ്ട ആവശ്യമില്ല, സാത്താൻ നിങ്ങളെ നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു നല്ല കാലം വേണമെങ്കിൽ ലഭിക്കും, കർത്താവ് തരും. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി. ഹൃദയത്തിൽ നിന്ന് പാവത്തോർത്ത് കരഞ്ഞിട്ട് ഇനിമേൽ പാവം ചെയ്യില്ലെന്ന് തീരുമാനിച്ചാൽ കഴിഞ്ഞതെല്ലാം അയച്ചു തരും. കർത്താവ് നിങ്ങളോട് പറയും, പോക, ഇനി പാവം ചെയ്യരുത്. സ്തോത്രം. മാത്രം പോക, ഇനി പാവം ചെയ്യരുത്. അതേ കർത്താവ് പറയുന്നുള്ളൂ. പോക, ഇനി പാവം ചെയ്യരുത്. പാവത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു കിട്ടുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അനേകം പാവങ്ങളുണ്ട്. ഞാൻ അറിയാതെ കിടക്കുന്ന പാവങ്ങളുണ്ട്, ഞാൻ അറിഞ്ഞു ചെയ്തതായ പാവങ്ങളുണ്ട്, ഓർമ്മയിൽ വരുന്ന പാവങ്ങളുണ്ട്. കർത്താവേ, എല്ലാ പാവവും നീ എനിക്ക് അഴിച്ചു തരണമേ. എല്ലാ ബന്ധനങ്ങളും അഴിച്ചു തരണമേ. പാപത്തിൽ നിന്ന് അഴിച്ചത് എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, എനിക്ക് ചില കടുംപിടുത്തങ്ങളുണ്ട്, എനിക്ക് ചില ദുശാഠ്യങ്ങളുണ്ട്, എനിക്ക് ചില മർക്കടമുഷ്ടികളുണ്ട്, എനിക്ക് ചില കടുംപിടുത്തങ്ങളുണ്ട്. കർത്താവേ, അത് പാവത്തിൻ്റെ ബന്ധനമാണ്, അതെനിക്ക് അഴിച്ചു തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവിനോട്. എൻ്റെ സ്വഭാവത്തിൽ ചില മാലിന്യങ്ങളുണ്ട്, കർത്താവേ, എൻ്റെ സ്വഭാവത്തിൽ മാലിന്യങ്ങളെല്ലാം മാറ്റി എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിൻ്റെ ബന്ധനങ്ങളിൽ അഴിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രൻ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് ബന്ധനം അഴിച്ച് നമുക്ക് സ്വാതന്ത്ര്യം തരും. സ്തോത്രം. എന്തൊരു സ്വാതന്ത്ര്യമാണെന്നോ ഈ പാവമോചനം കിട്ടുമ്പോൾ, എന്തൊരു സമാധാനമാണെന്നോ. പാവമെല്ലാം മോഹിച്ച് കിട്ടി, എന്തൊരു സ്വസ്ഥത. എല്ലാ പാവവും കഴുകി കിട്ടി, എന്തൊരു സ്വസ്ഥത. നിങ്ങളുടെ ബുദ്ധി തെളിയും, ഓർമ്മശക്തി തെളിയും, കഴിവുകൾ തെളിയും. നിങ്ങൾ എവിടെ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നോ ആ രംഗത്ത് നിങ്ങൾ മികവുള്ളവരായിത്തീരും, കഴിവുള്ളവരായിത്തീരും. എവിടെ നിങ്ങൾ പ്രവർത്തിച്ചാലും, നിങ്ങൾ അധ്യാപകനാണോ, അല്ല നിങ്ങൾ ഫാക്ടറി ജോലിക്കാരനാണോ, നിങ്ങൾ കമ്പനി ജോലിക്കാരനാണോ, നിങ്ങൾ ക്ലാർക്കാണോ, ഓഫീസിലെ ഒരു അക്കൗണ്ടൻ്റാണോ, എന്തുമാകട്ടെ, നിങ്ങൾ എന്ത് ജോലിയാണെങ്കിലും, അടുക്കളയിൽ പണി ചെയ്യുന്നൊരു വീട്ടമ്മയാണോ, ഏത് ജോലിയാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഈ ബന്ധനം അഴിഞ്ഞ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സമാധാനവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ വയ്യ. വാച്യമായൊരു അനുഭൂതിയാണത്. സ്വാതന്ത്ര്യം. സ്തോത്രം. സ്വാതന്ത്ര്യം. ഒന്ന്, പാപത്തിൽ നിന്നും മോചനം കിട്ടുക, പാപത്തിൻ്റെ അടിമത്വം. ഈ അടിമത്വം മാറണം. സ്വാതന്ത്ര്യത്തിനിടയ്ക്ക് നമ്മെ സ്വതന്ത്രരാക്കി ആകെയല്ല ഉറച്ചു നിൽപ്പീൻ, അടിമത്വത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നാം സ്വതന്ത്രരായിത്തീരുക, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക. നിങ്ങൾ ദയവായി ചിന്തിക്കും, എന്നെ ബന്ധിച്ചിരിക്കുന്ന പാപങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം പാപങ്ങൾക്കാണ് ഞാൻ അഴിവപ്പെട്ടിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വഭാവത്തിലുള്ളതായ മാലിന്യങ്ങൾ എന്തെല്ലാമാണ്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. വാസ്തവം ആത്മാർത്ഥമായി നോക്കിയാൽ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായി തെളിഞ്ഞു വരും. അത് ഓരോന്നും ഓർത്ത് അനുദപിച്ച് കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പാദത്തെങ്കിലേക്ക് നിങ്ങൾ വരണം. കർത്താവിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയണം. കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലിരുന്നുകൊണ്ട് കരയണം. എല്ലാം ധ്യാനത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കർത്താവിൻ്റെ പാദത്തിലാണെന്ന് തോന്നുന്ന ധ്യാനമാണ്. കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ധ്യാനമാണ്. അങ്ങനെ നിങ്ങൾ കർത്താവിൻ്റെ സന്നിധി ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ പാവൻ കർത്താവ് ക്ഷമിച്ചു തരും. നിങ്ങൾ അനുഗ്രഹീതരായിത്തീരും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹമായിത്തീരും, നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, തലമുറയായ അനുഗ്രഹം ഉണ്ടാകും. യെശയ്യാ പ്രവാചകൻ 59 അധ്യായവും അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ കാണാം, ദൈവം മനുഷ്യരോട് നിയമം ചെയ്യുന്നു. നിങ്ങൾ പാവത്തിൻ്റെ ബന്ധനം അഴിഞ്ഞു കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു അനുഭവം ദൈവം തരികയാണ്. എന്താണത്? ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു, അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഒരു നാളും വിട്ടുപോകയില്ല. സ്തോത്രം. എന്തൊരു അത്ഭുതം. എനിക്ക് മാത്രമല്ല അനുഗ്രഹം കിട്ടുന്നു, എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും തലമുറയായ അനുഗ്രഹം കിട്ടുന്നു. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നും ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇതാകും നിങ്ങളോട് ചെയ്യുന്ന നിയമം. ദൈവം ഒരു വ്യവസ്ഥ ചെയ്യുകയാണ്, നിയമം ചെയ്യുകയാണ്. മക്കളെ ഓർത്ത് വേദനിച്ച് തകരുന്നവർ മാറും, മക്കളുടെ സ്വഭാവം മാറും. നിങ്ങൾ ഒരാൾ പാവത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുക.
നിങ്ങൾ അപ്പനോ അമ്മയോ ഒരാൾ പാവത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ കുടുംബത്തിലേക്ക് യേശു കടന്നു വരും. ഹൃദയത്തിൽ വന്നിരിക്കുന്ന ക്രിസ്തുവോടെ ഇരുന്നു കൊണ്ട് പ്രകാശം പരത്തും. നിങ്ങളുടെ മക്കളിലേക്ക്, നിങ്ങളുടെ ഭാര്യയിലേക്ക്, നിങ്ങളുടെ ഭർത്താവിലേക്ക് ആ പ്രകാശ ധോരണി പകർന്നു വരും. തന്മൂലം നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും, മേൽക്കുമേൽ അനുഗ്രഹം ലഭിക്കും. വിശ്വസിക്കുക. ദൈവത്തിന് പാപത്തിൽ നിന്ന് മോചനം കിട്ടുക. എൻ്റെ കരുണയുള്ള കർത്താവേ, ഇപ്പോൾ സാത്താൻ്റെ ബന്ധങ്ങൾ അഴിച്ച് എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, നീ എനിക്കിന്ന് സ്വാതന്ത്ര്യം തന്നാൽ ഇനിമേൽ ഞാൻ പാവമില്ലാതെ ജീവിക്കുമെന്ന് നിന്നോട് വാക്ക് പറയുന്നു. നാഥ, ഇനിയുള്ള ജീവിതം പാവമില്ലാത്ത ജീവിതമായിരിക്കുമെന്ന് നിന്നോട് വാക്ക് പറയുന്നു. എൻ്റെ ഈ സമർപ്പണം നീ സ്വീകരിക്കണമേ. ഈ ശബ്ദം നീ കൈക്കൊള്ളണമേ. എൻ്റെ ഈ പ്രതിജ്ഞ നീ കേൾക്കണമേ കർത്താവേ. മരണത്തോളം ഒരു വിശുദ്ധ പൈതലായി ഞാൻ നിൽക്കുമെന്ന് ദൈവത്തോട് വാക്ക് പറയുന്നു. യേശു ക്രിസ്തുവിന് സമാധാനം തരുന്ന ദൈവപൈതലായി നിൽക്കുമെന്ന് ഞാൻ വാക്ക് പറയുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ആശ്വാസം പകരുന്ന മകനായി മകളായി നിൽക്കുമെന്ന് ഞാൻ വാക്ക് പറയുന്നു. യേശുവേ, ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. യേശുവേ, ഞാൻ മിശിഹായെ സ്വീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പറയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? സ്വർഗത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിൻ നൽകി നിങ്ങളുടെ മേൽ പകരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ പറന്ന് നിങ്ങളുടെ തലകളിൽ വന്ന് ഇരിക്കട്ടെ. പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് പറന്നു വന്ന് നിങ്ങളുടെ തലമേലിരുന്ന് ആ പ്രാവ് പരിശുദ്ധാത്മാവ് എന്ന പ്രാവ് ഹൃദയത്തിലേക്ക് ആഴത്തിൽ ചൂഴ്ന്നിറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശാപങ്ങൾ മാറ്റട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബന്ധനം കഴിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ ഭർത്താവിനെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാ നന്മകളിൽ നിങ്ങൾ നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ബന്ധങ്ങൾ കഴിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ബന്ധങ്ങൾ കഴിയട്ടെ. ഹല്ലേലൂയ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പ്രവർത്തിക്കണമേ കർത്താവേ. യേശുവേ, സംസാരിക്കണമേ കർത്താവേ. യേശുവേ, എഴുന്നള്ളി വരണമേ കർത്താവേ. യേശുവേ, പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം പകരണമേ കർത്താവേ. എല്ലാവരുടെ മേലും തർക്കം വെക്കണമേ കർത്താവേ. യേശുവിൻ്റെ ആണിപ്പാടുള്ള കാര്യം കർത്താവ് ഓരോരുത്തരും വെക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നെന്ന് ഓരോരുത്തർക്ക് അനുഭവമാക്കി തീർക്കണമേ കർത്താവേ. ആ തിരക്തത്തിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടണമേ കർത്താവേ. തിരക്തത്തിൻ്റെ അത്ഭുത ശക്തി, തിരക്തത്തിൻ്റെ അമാനുഷിക ശക്തി, തിരക്തത്തിൻ്റെ സ്വർഗീയ ശക്തി ഓരോരുത്തരുടെ മേൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനരുടെ ശക്തി പ്രാപിക്കണമേ കർത്താവേ. ഉൾക്കരുത്തില്ലാവരും ധൈര്യപ്പെടുത്തണമേ കർത്താവേ. ബലഹീനരെ താങ്ങുവിൻ കർത്താവേ. അവിടെ അത്ഭുതം പ്രവർത്തിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവേ, പ്രവർത്തിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.